സോറി മാഡം, ഇത്തിരി ലേറ്റായി പോയി. ഇറങ്ങാൻ നിന്നപ്പോഴാ ഡെപ്യൂട്ടി മേയറുടെ വിളി വന്നത്. പിന്നെ അങ്ങോട്ടൊന്ന് പോകേണ്ടി വന്നു. അതൊന്നും സാരമില്ല സാറ്. കാര്യങ്ങൾ എവിടം വരെയാന്ന് പറയണം. കാര്യങ്ങൾ വല്ലാതെ മുറുകിക്കൊണ്ടിരിക്കുക. അല്ല, ആരാ ഈ ശ്യാമള? എന്റെ ഭർത്താവിന്റെ പെങ്ങളാ. ആ, വെറുതെ അല്ല. എന്താ സാർ, എന്താ പ്രശ്നം? ആ സ്ത്രീ MLA ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. ചന്ദ്രസേന തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യം. അതിന്റെ ബാക്കിയായി മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനാ സാറിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങള് കാര്യം പറയണം. മറ്റന്നാള് പഞ്ചരത്നത്തിൽ അമൃതയും അഭിമന്യുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടക്കാൻ പോവാ. അമൃതയുടെയും അനുജത്തിമാരുടെയും അച്ഛനായ ചന്ദ്രസേനനെ കൊന്ന പ്രതിയും കൂട്ടുപ്രതിയും അവിടെ വെച്ച് അന്ന് തന്നെ അറസ്റ്റിലായിരിക്കണം. എന്റെ മാഡം, ഒരു തുമ്പുമാലും ഇല്ലാത്ത കേസിൽ അറസ്റ്റ് എങ്ങനെ നടക്കും? ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. ചന്ദ്രസേന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ എവിഡൻസ് ഉണ്ടാക്കും? സാറേ, കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന് മാഡം പറഞ്ഞുതരും. അതിനനുസരിച്ചേ സാറങ്ങ് ചെയ്താൽ മതി. സാറ് പറഞ്ഞ കാശ് ഞാൻ തന്നിരിക്കും. അതിനൊരല്പം സാവകാശം വേണമെന്ന് മാത്രം. ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ മാഡത്തിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ ഐഡിയ. മാഡം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി വരെ ആവാം. ഇന്നാണ് പഞ്ചരത്നത്തിലെ എൻഗേജ്മെന്റ്. നിന്റെ അച്ഛനും അമ്മയും ഒക്കെ പോകാനായിട്ടെ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കും പോയാലോ? എന്താ പറഞ്ഞ? അല്ല, പോയാൽ നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. പഞ്ചരത്നത്തിലെ സദ്യ ഗംഭീരമാണ്. എന്തായാലും 3 കൂട്ടം പായസം കാണും. നാണുണ്ട് നിനക്ക്? പഴയ കൃഷിന്റെ കല്യാണ നിശ്ചയത്തിന് പോയി സദ്യ ഉണ്ണാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ കാമുക നീയായിരിക്കും. ഇത്രയും നാണം കിട്ടവനാണോ സുമേഷ്? നിങ്ങൾ ഇതുവരെ പഞ്ചരത്നത്തിൽ ചടങ്ങിന് പോകാൻ റെഡിയായില്ലേ? ഞങ്ങൾ എന്തായാലും വരുന്നില്ല. നിങ്ങൾ എല്ലാരും കൂടെ പോയി അങ്ങ് ആഘോഷിച്ചാ മതി. അതെന്ത് വർത്താന ദിവ്യ നീ പറയുന്നേ? നടക്കുന്നത് ഇവന്റെ അനിയന്റെ കല്യാണ നിശ്ചയ. ചേട്ടൻ എവിടെയെന്ന് ബന്ധുക്കള് ചോദിച്ചാ ഞങ്ങൾ എന്ത് സമാധാനം പറയും? അതമ്മേ, രാവിലെ ഇറങ്ങാൻ നേരത്ത് ഒരു ലൂസ് മോഷൻ വന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ലൂസ് മോഷനോ? അങ്ങനെയൊന്നും പറയണ്ട, അതൊക്കെ നാണക്കേടാ. വല്ല ചെസ്റ്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇവളുടെ വാക്കും കേട്ട് ഇവളുടെ സാരി തുമ്പി പിടിച്ച് നടന്നോ നീ? സ്വന്തം അനിയന്റെ കല്യാണ നിശ്ചയം പോലും നിനക്ക് പ്രാധാന്യമില്ലാത്ത ഒന്നായി മാറിയല്ലോ. ദിവ്യപ്രഭേ, നിന്നോട് പണ്ട് പറഞ്ഞതേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. എന്റെ അഖിലമോൾ ഇവിടെ കുടിവെച്ചൊന്ന് കേറട്ടെ, അന്ന് ഞാൻ നിന്റെ മുഖത്തെറിഞ്ഞു തരും 60 പവൻ സ്വർണം. ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ആദ്യം നടത്തിച്ച് കാണിക്കും. നടക്കോടി, ഞാൻ നടത്തി കാണിക്കും. അഖിലമോൾ ഈ വീട്ടിലേക്ക് കേറി വരുന്നതേ മരുമകളായിട്ടല്ല, എന്റെ മകളായിട്ടാ. അവളൊന്ന് വന്ന് കേറട്ടെ, അന്ന് തുടങ്ങും നിന്റെ കഷ്ടകാലം. നീ അമ്മായിയമ്മ പോരെന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിലത് അനുഭവിക്കാൻ തയ്യാറായിക്കോ. നിന്റെ അമ്മ ഇത്രയും വലിയൊരു കവലപ്രസംഗം നടത്തിയിട്ട് വാ തുറന്ന് തിരിച്ചൊരു അക്ഷരം പറയാൻ നിനക്ക് പറ്റിയോ? സത്യം പറ, നീ എന്റെ ഭർത്താവ് തന്നെയാണോ? അതെ, ഭാര്യയെ പരിഹസിക്കുന്നവരെ ചീത്ത പറയുന്നത് മാത്രമല്ല ഭർത്താവിന്റെ ജോലി. അത് നീ ഓർത്താ കൊള്ളാം. നീയും നിന്റെ അമ്മയൊക്കെ ഒറ്റ കൈയാണെന്ന് എനിക്കറിയാം. ഇന്ന് നടക്കാൻ പോകുന്ന നിന്റെ അനിയന്റെ എൻഗേജ്മെന്റ് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത് എനിക്ക് കിട്ടാനുള്ള സ്വർണത്തെക്കുറിച്ച് ഓർത്ത് മാത്രം. 60 പവൻ സ്വർണ്ണമെന്ന് എന്റെ കയ്യിൽ കിട്ടിക്കോട്ടെ. അമ്മായി അമ്മയെ അമ്മിക്കല്ല് വെച്ച് ചതച്ച് ചമ്മന്തിയാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം.
ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.